ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21-ാം അധ്യായം. കർദമ പ്രജാപതിയുടെ സ്തുതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അവിടെ ഇനി 20-ാമത്തെ ശ്ലോകം. നൈതദ്ബതാധീശ പദം തവേപ്സിതം യന്മായയാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്തുപി യർഹി മായയാ ലസത്തുളസ്യ ഭഗവാൻ വിലക്ഷിത. ഹേ അധീശ, അല്ലയോ സർവേശ്വര, മായയാൽ ഭൂതസൂക്ഷ്മഗ്രഹായ അസ്തു, അനുഗ്രഹത്തിനായി തീരട്ടെ. യർഹി എന്തെന്നാൽ മായയാ ലസത്തുളസ്യ, മായാനിർമ്മിതമായ തുളസിമാലയോടുകൂടിയ ഭഗവാൻ വിലക്ഷിത, കാണപ്പെട്ടുവല്ലോ. അല്ലയോ സർവത്തിനും അധീശനായുള്ളവനെ, മായാമയങ്ങളായ ശബ്ദസ്പർശാദി ഭൂതസൂക്ഷ്മങ്ങളെ ഞങ്ങൾക്ക് വിവരിച്ചു തരുന്നത് അങ്ങയ്ക്ക് ഇഷ്ടമല്ല. എങ്കിലും അങ്ങ് മായയെ അവലംബിച്ച് തുളസിമാല ധരിച്ച ദിവ്യരൂപത്തിൽ ദർശനം നൽകിയ സ്ഥിതിക്ക് നമ്മെ അനുഗ്രഹിക്കാനായി വിഷയസുഖങ്ങൾ നൽകിയാലും. അപ്പം അവിടെ ശ്രീധരാചാര്യര് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വളരെ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. യദ്യപി മായികത്വാത് ഭക്തേഭ്യോ വിഷയസുഖം ദാതും നേച്ഛസി തഥാപ്യസ്മദഭിപ്രായാനുസാരേണ തത് സമ്പാദയേത്യഹ നൈതദിതി. ഹേ അധീശ, നോസ്മാകം ഭജതാം ഭൂതസൂക്ഷ്മം പദം ശബ്ദാദി വിഷയസുഖം മായാ തനുഷേ വിസ്താരയസീതി. യദേതത്തവ യദ്യപീപ്സിതം ന ഭവതി തഥാപ്യസ്മദനുഗ്രഹായാസ്തു ഋണത്രയാപാകരണാനന്തരമേവാപവർഗായ ഭവത്യർത്ഥഃ. യർഹി യതോ മായ പരിച്ഛിന്ന ഇവ ലസന്ധ്യാഃ തുളസ്യ യുക്തസ്ത്വം വിലക്ഷിതോസി ഏവം ഭൂതസ്യ തവ ദർശനം യതോ ഭുക്തിമുക്തിപ്രദമിത്യർത്ഥഃ. വിഷയസുഖങ്ങൾ മായികങ്ങളാണ്. ഭക്തന്മാർക്ക് അവയെ പ്രദാനം ചെയ്യുവാൻ അങ്ങയ്ക്ക് ഇഷ്ടമല്ല. എങ്കിലും നമ്മുടെ ആഗ്രഹമാകയാൽ അതിനെ സാധിപ്പിച്ചാലും എന്നാണ് കർദമൻ പ്രാർത്ഥിക്കുന്നത്. ഈ അനുഗ്രഹം കൊണ്ട് ആദ്യം ഗൃഹസ്ഥാശ്രമത്തെ പ്രാപിച്ച് ഋണത്രയമോചനം സിദ്ധിച്ച ശേഷം മോക്ഷം ലഭിക്കാനും അനുഗ്രഹിക്കുമാറാകണം. തുളസിമാലയോടെ സഗുണസ്വരൂപത്തിൽ ദർശനം നൽകിയതിനാൽ അങ്ങയുടെ ഈ രൂപം തന്നെ മായാമയമാണ്. അങ്ങ് മായയെ അവലംബിച്ച് ഭോഗസുഖങ്ങളെയും നിർഗുണഭാവത്തിൽ മുക്തിയെയും നൽകാൻ പ്രാപ്തനാണ്. ഇതാണ് ശ്രീധരീയ വ്യാഖ്യാനത്തിൻ്റെ താത്പര്യം. അതായത് ഒരേ സമയം ഭോഗവും മോക്ഷവും നൽകാൻ പ്രാപ്തനാണ് ഭഗവാൻ. അപ്പം എന്താണോ ഭക്തൻ ആഗ്രഹിക്കുന്നത് അത് ഭഗവാനോട് ആവശ്യപ്പെടുന്നു. ഭഗവാൻ അതിനനുസരിച്ച് വരങ്ങളൊക്കെ നൽകുന്നു. ഇവിടെ കർദമ പ്രജാപതി ഗൃഹസ്ഥാശ്രമമാണ് ആഗ്രഹിക്കുന്നത്. വെറുതെ വിവാഹിതനായി ഭോഗസുഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് ഋണത്രയമോചനം, ദേവന്മാരോട്, പിതൃക്കളോട്, ഋഷിമാരോട്, ഇത് കഴിഞ്ഞ് 2 കൂടിയുണ്ട്, ഭൂതജാലങ്ങളോടും മനുഷ്യരോടും. ഇതിനാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ആ പഞ്ചമഹായജ്ഞങ്ങൾ സമർത്ഥമായി അനുഷ്ഠിക്കണമെങ്കിൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചേ പറ്റൂ. അവിടെ സഹായത്തിന് പത്നി വേണം. അപ്പം അത്തരത്തിലൊരു പത്നിയാണ് ഇവിടെ കർദമ പ്രജാപതി ആഗ്രഹിക്കുന്നത്. അപ്പം അത് നൽകി അനുഗ്രഹിച്ചാലും എന്നാണ് കർദമ പ്രജാപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഭഗവാന് ഈ ഭൗതിക സുഖങ്ങളൊക്കെ നൽകി ഭക്തന്മാരെ വലയ്ക്കണമെന്നൊട്ടും ആഗ്രഹമില്ല. പക്ഷെ എന്നിരുന്നാലും ഭക്തന്മാരുടെ കൂടെ നിൽക്കുന്നയാളാണ് ഭഗവാൻ. അപ്പോൾ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. തുടർന്ന് 21-ാമത്തെ ശ്ലോകം. തന്ത്വാനുഭൂത്യോപരതക്രിയാർത്ഥം സ്വമായാവർത്തിത ലോകതന്ത്രം നമാമ്യഭീക്ഷണം നമനീയപാദ സരോജമൽപീയസി കാമവർഷം. അനുഭൂത്യ, ആത്മാനന്ദാനുഭവത്താൽ, ഉപരതക്രിയാർത്ഥം, കർമ്മഫലാപേക്ഷ നശിച്ചവനായും, നമനീയപാദ സരോജം, നിർമ്മിക്കപ്പെടേണ്ടുന്ന പാദപത്മത്തോടു കൂടിയവനായും, സ്വമായ, തൻ്റെ മായാവൈഭവത്താൽ, ആവർത്തിത ലോകതന്ത്രം, വീണ്ടും വീണ്ടും വ്യാപരിക്കപ്പെട്ട ലോകനിർമ്മാണോപകരണത്തോടു കൂടിയവനായും, അൽപീയസി, നിസ്സാരനായവനിൽ പോലും, കാമവർഷം, കാമങ്ങളെ വർഷിക്കുന്നവനുമായ, ത്വാം, ആ അങ്ങയെ, അഭീക്ഷണം, വീണ്ടും വീണ്ടും, നമാമി, നമസ്കരിക്കുന്നേൻ. ആത്മാനുഭൂതിയാൽ കർമ്മഫലഭോഗങ്ങളെ അതിക്രമിച്ചവനും, മായാശക്തിയാൽ ആവർത്തിക്കപ്പെടുന്ന ലോകവ്യാപാരത്തോടു കൂടിയവനും,
ഭജിക്കാൻ അരിഹങ്ങളായ പാദപത്മങ്ങളോട് കൂടിയവനും അല്പം മാത്രം ഉപാസിച്ചാൽ പോലും അവർക്ക് സർവാഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്നവനുമായ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നേൻ. അപ്പം ഭഗവാൻ മുക്തിപ്രദനും ഭോഗപ്രദനുമാണ്. ജ്ഞാനം കൊണ്ട് ആത്മാനുഭൂതി കൈവന്നവർക്ക് കർമ്മഫലങ്ങളായ ഭോഗങ്ങളിൽ ഇച്ഛ നശിക്കുന്നു. അവർ മുക്തിയാണ് കാക്ഷിക്കുന്നത്. ഭഗവാൻ അവർക്ക് മുക്തി നൽകുന്നു. വ്യാവഹാരിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാൻ മായയെ കൊണ്ടാണ്. സകാമന്മാർക്ക് മായയെ അവലംബിച്ച് വാഞ്ചിതങ്ങളെ പ്രദാനം ചെയ്യുന്നു. അപ്രകാരം ഭുക്തിപ്രദങ്ങളായിട്ടുള്ള സകല വസ്തുക്കളും നൽകുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് സാരം. തം ത്വാം ഭുക്തിമുക്തിപ്രദം നമാമി. മുക്തിതത്വേ ഹേതു അനുഭൂത്യ ജ്ഞാനേനോപരതഃ ക്രിയാർത്ഥഃ കർമ്മഫലയോഗോ യസ്മിൻ ഭോഗത്വേ ഹേതു സ്വമായ ആവർത്തിതം ലോകതന്ത്രം വിശ്വോപകരണം യേന. ഈ രീതിയിൽ ശ്രീധരാചാര്യര് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. അതാണ് ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞത്. ഭഗവാൻ മുക്തിപ്രദനും ഭോഗപ്രദനും ഒക്കെയാണ്. അപ്പോൾ ഭക്തന്മാരെന്താണോ ആഗ്രഹിക്കുന്നത് ആ അഭീഷ്ടത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നയാളാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മൈത്രേയ കർദമ പ്രജാപതി തൻ്റെ സ്തുതിയിൽ നിന്ന് വിരമിക്കുന്നതായിട്ട് മൈത്രേയൻ പറയുന്നു. ഋഷിരുവാച, മൈത്രേയ മഹർഷി പറഞ്ഞു, ഇത്യവ്യളീകം പ്രണതോബ്ജനാഭ തമാബഭാഷേ വചസാമൃതേന സുവർണപക്ഷോപരി രോചമാന പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമദ്ഭ്രൂ. അവ്യളീകം കാപട്യമില്ലാത്ത ഇത് ഈ പ്രകാരം പ്രണുത സ്തുതിക്കപ്പെട്ട സുവർണപക്ഷോപരി ഗരുഡന്റെ പക്ഷങ്ങളിന്മേൽ രോചമാന പരിലസിച്ചുകൊണ്ടുള്ള അബ്ജനാഭ പത്മനാഭസ്വാമി പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമദ്ഭ്രൂ പ്രേമസ്മിതങ്ങളോടുകൂടിയ കടക്കണ്ണോട്ടം കൊണ്ട് പരിലസിക്കുന്ന പുരികക്കൊടിയോടും കൂടി അമൃതം തുളുമ്പുന്ന വചസാവാക്യങ്ങളാൽ തം അദ്ദേഹത്തോട് ആപഭാഷയെ അരുളി ചെയ്തു. അപ്പോൾ അല്പം പോലും കാപട്യമില്ലാതെ ഇപ്രകാരം സ്തുതിച്ച് തന്നെ നമസ്കരിച്ച കർദമ പ്രജാപതിയോട് ഗരുഡാരൂഢനായിരിക്കുന്ന ഭഗവാൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് മൈത്രേയ മഹർഷി വിതുരനോട് തുടർന്ന് പറയണം. ഇവിടെ ഭഗവാൻ പറഞ്ഞ വാചകങ്ങളാണ് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ കാണുന്നത്. ശ്രീ ഭഗവാനുവാച വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതത് യദർത്ഥമാത്മനിയമൈഃ ത്വയൈവാഹം സമർച്ചിതഃ. ആത്മനിയമൈഃ ഏവ നിയമാനുഷ്ഠാനങ്ങളോടെ യദർത്ഥം എന്തിനു വേണ്ടി അഹം ഞാൻ ത്വയാ അങ്ങയാൽ സമർച്ചിതഃ ആരാധിതനായോ തവ അങ്ങയുടെ തത് ചൈത്യം ആ മനോരഥം പുരാ ഏവ ആദ്യം തന്നെ വിദിത്വ അറിഞ്ഞ് മേ എന്നാൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നവൈജാതു മൃഷൈവ സ്യാത് പ്രജാധ്യക്ഷ മദർഹണം ഭവദ്വിധേഷിതതരാം മയി സംഗൃഭിതാത്മനാം. ഹേ പ്രജാധ്യക്ഷ, അല്ലയോ പ്രജാപതേ, മയി എന്നിൽ സംഗൃഭിതാത്മനാം അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുടെ മദർഹണം എന്നെയുള്ള ആരാധനം ജാതു വൈ ഒരിക്കലും മൃഷ ഏവ നസ്യാത് വ്യർത്ഥമാവുകയേ ഇല്ല. ഭവദ്വിധേഷു അങ്ങയെപ്പോലുള്ളവരിൽ അതിതരാം ഒട്ടും വിഫലമാവില്ല. പ്രജാപതിസുത സമ്രാൺ മനുർവിഖ്യാതമംഗല ബ്രഹ്മാവർത്തം യോധിവസന്ന ശാസ്തി സപ്രാർണവാം മഹീം. വിഖ്യാതമംഗല യഹ സൽകീർത്തിക്ക് പേരുകേട്ട യാതൊരുവൻ പ്രജാപതിസുത ബ്രഹ്മാവിൻ്റെ മകനും സമ്രാട്ട് ചക്രവർത്തിയുമായ മനു സ്വയംഭുവ മനു ഉണ്ടോ. ബ്രഹ്മാവർത്തം അദ്ദേഹം ബ്രഹ്മാവർത്ത ദേശത്തെ അധിവസിച്ചുകൊണ്ട് സപ്രാർണവാം 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട മഹീം ഭൂമിയാകമാനം ശാസിക്കുന്നു വരിക്കുന്നു. സമ്രാൺ മനുവെന്നും സമ്രാട് മനുവെന്നും പ്രയോഗിക്കാം. രണ്ടും ശരിയാണ്. സമ്രാൺ മനു എന്ന് പറഞ്ഞാലും സമ്രാട് മനു എന്ന് പറഞ്ഞാലും ശരിയാണ്. സമ്രാട്ടായിട്ടുള്ള മനു. സചേഹ വിപ്ര രാജർഷി മഹിഷ്യാ ശതരൂപയാം ആയാസ്യതി ദിദൃക്ഷുസ്ത്വാം പരശോ ധർമ്മകോവിദ. ഹേ വിപ്ര, അല്ലയോ ബ്രാഹ്മണ, ധർമ്മകോവിദ
ധർമ്മശാസ്ത്രപാരംഗതനായ സഹ രാജർഷി, ആ രാജർഷിയാകട്ടെ ശതരൂപയെന്ന മഹിഷ്യ പത്നിയോടുകൂടി ത്വാം അങ്ങയെ ദിദൃക്ഷു കാണാൻ ആഗ്രഹിച്ച് പരശ്വ മറ്റന്നാൾ ഇഹ ഇവിടെ ആയാസ്യതി വരുന്നതാണ്. ആത്മജാം അസിതാപാംഗീം വയശീലഗുണാന്വിതാം മൃഗയന്തീം പതിന്ദാസ്യ തനുരൂപായ തേ പ്രഭോ. ഹേ പ്രഭോ, അല്ലയോ പ്രഭുവായിട്ടുള്ളവനെ, അസിതാപാംഗി ഭംഗിയുള്ള നേത്രങ്ങളുള്ളവളും പതിം ഭർത്താവിനെ മൃഗയന്തീം അന്വേഷിക്കുന്നവളും വയശീല ഗുണാന്വിതാം വയസ്സ് ശീലം എന്നീ ഗുണങ്ങളാൽ യോജിച്ചവളുമായ ആത്മജാം സ്വപുത്രിയെ അനുരൂപനായ തേ അങ്ങയ്ക്ക് ദാസ്യതി തരുന്നതാണ്. സമാഹിതം തേ ഹൃദയം യത്രേമാൻ പരിവത്സരാന് സാ ത്വാം ബ്രഹ്മൻ നൃപവധു കാമമാശു ഭജിഷ്യതി. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ, തേ ഹൃദയം അങ്ങയുടെ മനസ്സ് ഇമാൻ പരിവത്സരാന് ഇത്രയും കാലം യത്ര ഏതിൽ ഏവളിൽ സമാഹിതം കേന്ദ്രീകരിച്ചുവോ സാ നൃപവധു ആ രാജകുമാരി ത്വാം അങ്ങയെ ആശു താമസിയാതെ കാമം സ്വേച്ഛാനുസരണം ഭജിഷ്യതി പ്രാപിക്കും. യാത ആത്മഭൃതം വീര്യം നവധ പ്രസവിഷ്യതി വീര്യേ ത്വദീയേ ഋഷയ ആധാസ്യന്ത്യഞ്ജസാത്മനഃ. തേ അങ്ങയുടെ ആത്മഭൃതം ദേഹത്തിലുള്ള വീര്യം സന്താന ബീജത്തെ യാതൊരുവൾ നവധ 9 പ്രസവിക്കുന്നതാണ്. ത്വദീയേ അങ്ങയുടേതായ വീര്യേ സന്താനത്തിന് ഋഷയ ഋഷികൾ ആത്മനഃ ആത്മാക്കളെ അഞ്ജസ പ്രയാസമെന്നെ ആധാസ്യതി ആധാനം ചെയ്യും. ത്വം ച സമ്യക് അനുഷ്ഠായ നിദേശം മാ ഉഷത്തമ മയി തീർത്ഥീകൃതാശേഷ ക്രിയാർത്ഥോ മാം പ്രപൽസ്യസേ. മേ നിദേശം, എൻ്റെ നിർദ്ദേശം, സമ്യക് വേണ്ട പോലെ, അനുഷ്ഠിച്ച്, ഉഷത്തമ ഉത്കൃഷ്ടനായ, ത്വം ച അങ്ങും, മയി എന്നിൽ, തീർത്ഥീകൃതാശേഷ ക്രിയാർത്ഥ സമർപ്പിക്കപ്പെട്ട സമസ്ത ക്രിയാഫലത്തോടും കൂടിയവനായി മാം എന്നെ പ്രപൽസ്യസെ പ്രാപിക്കുകയും ചെയ്യും. കൃത്വാ ദയാം ച ജീവേഷു ദത്വാ ചാഭയമാത്മവാന് മയി ആത്മാനം സഹ ജഗദ്രക്ഷസ്യാത്മനി ചാപിമാം. ജീവേഷു ജീവികളിൽ ദയ കൃത്വാച കാണിച്ചും അഭയം അഭയത്തെ ദത്വാച പ്രദാനം ചെയ്തും ആത്മവാൻ ആത്മനിയന്ത്രണം സാധിച്ച് സഹ ജഗത് ലോകത്തോടുകൂടി മയി നമ്മിൽ ആത്മാനം തന്നെയും ആത്മനി തന്നിൽ മാംച അപി നമ്മെയും ദ്രക്ഷസി കാണുകയും ചെയ്യും. ചില ഗ്രന്ഥങ്ങളിൽ ഭൂതേഷു എന്നാണ്. ഭൂതേഷു എന്നുള്ളത് പാഠഭേദമാണ്. രണ്ടായാലും ശരിയാണ്. ജീവേഷു എന്ന് പറഞ്ഞാലും ഭൂതേഷു എന്ന് പറഞ്ഞാലും. സഹാഹം സാംശകലയാ തദ്വീര്യേണ മഹാമുനെ തവ ക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യേ തത്വസംഹിതാം. ഹേ മഹാമുനെ, അല്ലയോ മഹാമുനെ, അഹം നാം സ്വാംശകലയ സ്വന്തം അംശകലയോടെ തദ്വീര്യേണ സഹ അങ്ങയുടെ വീര്യത്തോടൊത്ത് തവ അങ്ങയുടെ ക്ഷേത്രേ പത്നിയുടെ ദേവഹൂതിയിൽ അവതരിച്ച് തത്വസംഹിതാം സാഖ്യ തത്വശാസ്ത്രത്തെ പ്രണേഷ്യെ കഥനം ചെയ്യും. തുടർന്ന് മൈത്രേയ മഹർഷി പറയുന്നു. മൈത്രേയ ഉവാച ഏവം തമനുഭാഷ്യാഥ ഭഗവാൻ പ്രത്യഗക്ഷജ ജഗാമ ബിന്ദു സരസ്വത്യ പരിശ്രിതാത്. പ്രത്യഗക്ഷജ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിക്കുമ്പോൾ ആവിർഭവിക്കുന്ന ഭഗവാൻ, വിഷ്ണു ഭഗവാൻ, തം അദ്ദേഹത്തോട് ഏവം ഇങ്ങനെ അനുഭാഷ്യ അരുളി ചെയ്ത് അഥ അതിൽ പിന്നെ സരസ്വതി നദിയാൽ പരിശ്രിതാത് ചുറ്റപ്പെട്ട ബിന്ദു സരസിൽ നിന്ന് ജഗാമ യാത്രയായി. അപ്പൊ യമനിയമാദികളും മറ്റുമൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ച് അങ്ങ് എന്നെ പൂജിച്ചുവല്ലോ. ഭഗവാൻ കർദമ പ്രജാപതിയോട് പറയാണ്, അങ്ങയുടെ ഇംഗിതം എന്തെന്ന് നാം ആദ്യമേ അറിഞ്ഞിരുന്നു. അങ്ങയുടെ മനോരഥം സാധിപ്പിക്കാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മെ ഭജിച്ചാൽ ഒരിക്കലും വൃഥാവിലാവില്ല, വിശേഷിച്ചും അങ്ങയെ പോലെയുള്ള മഹാത്മാക്കൾ. അപ്പം ബ്രഹ്മാവിന്റെ പുത്രനായ സ്വയംഭുവ മനു ബ്രഹ്മാവർത്തത്തെ തലസ്ഥാനമാക്കിയിട്ട് 7 സമുദ്രങ്ങളോടുകൂടിയ ഈ ഭൂമണ്ഡലം മുഴുവനും ഭരിക്കുന്നു. മഹാകീർത്തിമാനായ രാജർഷി പട്ടമഹിഷിയായ ശതരൂപയോടുകൂടി അങ്ങയെ കാണാൻ മറ്റന്നാൾ ഇവിടെ വരും. അതിസുന്ദരിയും വിവാഹപ്രായം സ്വഭാവം ഇത്യാദികളാൽ അങ്ങയ്ക്ക് അനുരൂപയുമായ
അവരുടെ പുത്രിയെ അങ്ങയ്ക്ക് പത്നിയായി ദാനം ചെയ്തു തരും. അനേകം സംവത്സരങ്ങളായി യാതൊരുത്തിയെ ലഭിക്കാനായി അങ്ങ് ആഗ്രഹിച്ചു. ആ രാജപുത്രി അങ്ങോടൊത്ത് കാമങ്ങളെ അനുഭവിക്കും. അങ്ങയ്ക്ക് അവളിൽ 9 പുത്രിമാര് ജനിക്കും. അവരെല്ലാം ഋഷീശ്വരന്മാർ പരിണയിക്കും. നാം അങ്ങയുടെ വീര്യരൂപത്തിൽ അങ്ങയുടെ പത്നിയായ ദേവഹൂതിയിൽ കലാവതാരം ചെയ്ത് സാഖ്യശാസ്ത്രം ഉപദേശിക്കും. നമ്മുടെ ആജ്ഞ അനുസരിച്ച് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഋണത്രയാപകരണം നടത്തിയ ശേഷം അങ്ങയ്ക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും. ഭൂതദയ, ഇന്ദ്രിയ നിഗ്രഹം ഇത്യാദികളാൽ അങ്ങയ്ക്ക് നമ്മിൽ ലോകങ്ങളെയും ആത്മാവിനെയും ദർശിക്കുമാറാക്കും. കർദമ പ്രജാപതിയോട് ഇത്രയും അരുളി ചെയ്ത് സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട ബിന്ദു സരസ് എന്ന ആ ജലാശയത്തിന്റെ സമീപത്ത് നിന്ന് ഭഗവാൻ യാത്രയായി. ഇവിടെ 26ാമത്തെ ശ്ലോകത്തില് ധർമ്മകോപിത എന്ന് വിശേഷിപ്പിച്ചത് കാണാം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ മനുവിനെയാണ് ധർമ്മകോപിത എന്ന് വിശേഷിപ്പിച്ചത്. ഈ സ്വയംഭൂ മനുവാണത്രേ മനുസ്മൃതിയുടെ കർത്താവാകാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ധർമ്മകോപിത. ധർമ്മത്തെ വേണ്ട വിധത്തിൽ അറിയുന്ന ആള്. അദ്ദേഹം ആ ധർമ്മം എന്താണെന്ന് വിസ്തരിക്കുകയാണ് മനുസ്മൃതിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹം ഈ മനുസ്മൃതി രചിച്ച കാര്യങ്ങളൊക്കെ അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകണം. തുടർന്നതാ 34ാമത്തെ ശ്ലോകം. നിരീക്ഷിതസ്തസ്യ യാവശേഷ സിദ്ധേശ്വര ആഭിഷ്ടുത സിദ്ധമാർഗ ആകർണയൻ പത്രരഥേന്ദ്രപക്ഷൈരുച്ചാരിതം സ്തോമമുദീർണ സാമ. തസ് നിരീക്ഷത, ആ കർദമൻ നോക്കി നിൽക്കവേ തന്നെ, അശേഷ സിദ്ധേശ്വരാഭിഷ്ടുത സിദ്ധമാർഗ, എല്ലാ സിദ്ധേശ്വരന്മാരാലും സങ്കീർത്തിതനും അന്വേഷണീയനുമായ ഭഗവാൻ പത്രരഥേന്ദ്രപക്ഷൈഹി, ഗരുഡന്റെ പക്ഷങ്ങളാൽ ഉച്ചരിക്കപ്പെട്ട സ്തോമം സാമസൂക്ത സംഹിതയെയും ഉദീർണ സാമഹ അഭിവ്യക്തമാക്കപ്പെട്ട സാമഗാനധ്വനിയെയും ആകർണയൻ കേൾപ്പിച്ചുകൊണ്ട് യയോ യാത്രയായി. സിദ്ധേശ്വരന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനും സിദ്ധന്മാരാൽ അന്വേഷിക്കപ്പെടുന്ന മാർഗത്തോടു കൂടിയവനുമായ ഭഗവാൻ ഗരുഡന്റെ ചിറകുകളിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ട വ്യക്തമായ സാമമന്ത്ര സമൂഹത്തെ കേൾപ്പിക്കുന്നവനായിട്ട് കർദമൻ നോക്കി നിൽക്കേ യാത്രയായി. അതായത് ഭഗവാൻ അവിടുന്ന് യാത്ര പോകുന്ന സമയത്ത് ആ ഗരുഡന്റെ ചിറകടിയിൽ നിന്ന് സാമമന്ത്രങ്ങൾ കേൾക്കപ്പെട്ടു എന്നാണ് അവിടെ മൈത്രേയ മഹർഷി പറഞ്ഞു വെക്കുന്നത്. പത്രരഥം എന്നൊരു വാക്ക് കാണാം. പത്രരഥം എന്നാൽ പക്ഷി, ചിറകാകുന്ന രഥത്തോടു കൂടിയവൻ എന്നാണ് ആ വാക്കിന്റെ അവയവാർത്ഥം. പത്രരഥേന്ദ്രൻ, പക്ഷിശ്രേഷ്ഠൻ ഗരുഡൻ. ഉദീർണം എന്നൊരു വാക്ക് കാണാം. ഉദീർണം എന്നാൽ അഭിവ്യക്തം എന്നാണ് ശ്രീധരാചാര്യർ അർത്ഥം കൊടുത്തിട്ടുള്ളത്. സ്പഷ്ടമായത് എന്നർത്ഥം. സിദ്ധമാർഗം എന്നതിന് വൈകുണ്ഠമാർഗമെന്നും സിദ്ധന്മാരാൽ അന്വേഷിക്കപ്പെടുന്ന മാർഗമെന്നും അർത്ഥം പറയുന്നുണ്ട് ശ്രീധരാചാര്യ സ്വാമികൾ. ഗരുഡന്റെ ചിറകുകളിൽ നിന്ന് സാമമന്ത്ര സമുദായം ആവിർഭവിച്ചതിന് പ്രമാണമായിട്ട് ബൃഹദ്രഥന്തരേ പക്ഷൗ ഇതി ശ്രുതേ സ്തോമ ആത്മാ ഇതി ശ്രുതേഹേ ഇത്യാദി ശ്രുതിവാക്യങ്ങള് ശ്രീധരാചാര്യര് ശ്രീധരീയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇതിനവലംബമായ ശ്രുതി പ്രമാണം സുപർണോസി ഗരുത്മാൻ ത്രിവൃത് തേ ശിരോ ഗായത്രം ചക്ഷുസ്തോമ ആത്മാ സാമ തേ തനോർവാമദേവ്യം ബൃഹദ്രഥാന്തരേ പക്ഷൗ യജ്ഞായജ്ഞിയം പുച്ഛം ഛന്ദാംസി അംഗാനി ധിഷ്ണിയ സഭായജൂംഷി നാമ. ഇങ്ങനെയാണ് തൈത്തിരീയ സംഹിതയിൽ കാണുന്നത്. ഗരുഡോപനിഷത്തിലും ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഗരുഡൻ വേദസ്വരൂപനാണെന്ന് സാരം. സ്തോമം എന്നാൽ മന്ത്രസമുദായം. സന്ധി സാമാനി രഥന്തരം ബൃഹത് വൈരൂപം വൈരാജം ശാക്വരം രൈവതമിതി അഭിത്വാ ശൂരനോനുമ ഇത്യവമാദിഷു. ഇങ്ങനെയാണ് ശബരഭാഷ്യം, അതായത് ജൈമിനീയത്തിന്റെ ശബരഭാഷ്യത്തില് ഈ ഗരുഡൻ വേദസ്വരൂപനാണെന്നുള്ള കാര്യം വിവരിച്ചുകൊണ്ട് അവിടെ സ്തോമം എന്നുള്ളതിന് മന്ത്രസമുദായം എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. സന്ധി സാമാനി രഥന്തരം ബൃഹത് വൈരൂപം വൈരാജ ശാക്വരം രൈവതമിതി അഭിത്വാ ശൂര നോനുമ ഇത്യവമാദിഷു. സ്വരാദി വിശേഷാനുപൂർവി മാത്രാസ്വരൂപ മൃഗക്ഷരവ്യതിരിക്രം യദ് ഗാനം തദേവ രഥന്തര ശബ്ദാർത്ഥഃ. ഇങ്ങനെയാണ് സാമവേദ ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തില് സായണാചാര്യര് സൂചിപ്പിച്ചിട്ടുള്ളത്. സാമത്തെ പോലെ ഇത്ര
കൃത്യമായി അക്ഷരങ്ങളെ ആലാപനം ചെയ്യുന്ന ഒരു വേദവിഭാഗം വേറെയില്ല. അവിടെയാണ് ശബ്ദങ്ങളെയൊക്കെ വളരെ കൃത്യമായി സംഗീതാത്മകമായി ഉച്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ മാത്ര, സ്വരൂപം, അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ അതിസൂക്ഷ്മമായിട്ടാണ് ഈ സാമവേദം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെയാണ് അതിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്തോമം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അഷ്ടമസ്കന്ധത്തില് ഛന്തോമയേന ഗരുഡേന, അവിടെ ഗജേന്ദ്രമോക്ഷം വായിക്കുന്ന സമയത്ത് കാണാം, ഛന്തോമയേന ഗരുഡേന എന്നാണ് പ്രയോഗം. അതായത് വേദസ്വരൂപനായിട്ടുള്ള ഗരുഡന്റെ പുറത്താണ് സാക്ഷാൽ ഭഗവാൻ അവിടെ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ അനേകം സാമമന്ത്രങ്ങൾ ശ്രീധരാചാര്യർ ഉദ്ധരിക്കുന്നുണ്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നതായിട്ട്. അഥ സംപ്രസ്ഥിതേ ശുക്ലേ കർദ്ദമോ ഭഗവാൻ ഋഷി ആസ്തേസ്മ ബിന്ദു സരസി തം കാലം പ്രതിപാലയൻ. 35-ാമത്തെ ശ്ലോകം. ഭഗവാനും ഋഷിയുമായ കർദ്ദമ പ്രജാപതി, ശുക്ലേ അത്യന്ത പരിശുദ്ധനായവൻ, സംപ്രസ്ഥിതേ യാത്രയായപ്പോ, അഥ പിന്നെ, തങ്കാലം ആ കാലം തന്നെ, പ്രതിപാലയൻ പ്രതീക്ഷിച്ചുകൊണ്ട്, ബിന്ദുസരസിന്റെ തീരത്ത്, ആസ്തേസ്മ ഇരുന്നു. ആസ്തേസ്മിൻ എന്ന് ചില ഗ്രന്ഥങ്ങളിൽ, ഭാഗവത് ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണുന്നുണ്ട്. ഭഗവാൻ തിരോധാനം ചെയ്തതിന് ശേഷം കർദ്ദമ പ്രജാപതി ബിന്ദുസരസിന്റെ തീരത്തുള്ള തൻ്റെ ആശ്രമത്തിൽ ഭഗവാൻ നിർദ്ദേശിച്ച കാലവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിപ്പായി. ശിശിരം എന്ന പർവ്വതത്തിന്റെ പ്രാന്തത്തിലാണ് കർദ്ദമാശ്രമം എന്ന് വായുപുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറയണത്, ശിശിരസ്യാചലേന്ദ്രസ്യ പതംഗസ്യാനുരേണ ച ശ്ലക്ഷ്ണഭൂമിശ്രിയാ യുക്രം ലതാലിംഗിതപാദപം പൃഥുക്ഷേപോച്ഛശിഖരൈഃ പാദപൈഃ ഉപശോഭിതം ഉദുംബരവനം രമ്യം പക്ഷിസംഘനിഷേവിതം പക്വൈ വിദ്രുമസങ്കാശൈ മധുപൂർണൈഃ മനോരമൈഃ ജ്വലിതം തദ്വനം ഭാതി മഹാകുംഭോപമൈഃ പലൈഃ തൽസിദ്ധയക്ഷഗന്ധർവാഃ കിന്നരാ ഉരഗാസ്തഥാ വിദ്യാധരാശ്ച മുദിതാ ഉപജീവന്തി നിത്യശാ. പ്രസന്നസ്വാദുസലിലാഃ തത്ര നദ്യോ ബഹൂദകാഃ സുരസാമലതോ യാസ്താഃ സരാംസി ച സമന്തത തത്ര ആശ്രമം ഭഗവത കർദ്ദമസ്യ പ്രജാപതേ. ഇങ്ങനെയാണ് വായുപുരാണം പൂർവഖണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ വരാഹപുരാണത്തിൽ ആവർത്തിക്കുന്നത് കാണാം. അതായത് ഈ ശിശിരം എന്ന പേരുള്ള പർവ്വത ശ്രേഷ്ഠനായിട്ടുള്ള അതിൻ്റെ താഴ്വാരത്തിലാണ് ഈ സുന്ദരമായിട്ടുള്ള ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നദികളും സുന്ദരമായിട്ടുള്ള വനപ്രദേശവും പക്ഷിജാലങ്ങളും ഒക്കെ കാണപ്പെടണം. മനോഹാരിത വർണ്ണിച്ചു പോവുകയാണ്. അപ്പം ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. മനുസ്യന്തരമാസ്ഥായ ശാതകൗംഭപരിച്ഛദം ആരോപ്യസ്വാൻ ദുഹിതരം സഭാര്യ പര്യടന്മഹീം തസ്മിൻ സ്വധന്വന്നഹനി ഭഗവാൻ യൽ സമാദിശത് ഉപായാത ആശ്രമപദം മുനെ ശാന്തവ്രതസ്യ തത്. ഹേ സുധന്വൻ, അല്ലയോ വിദുര, മനു സ്വയംഭവ മനു ഭാര്യയോടൊത്ത് ശാതകൗംഭ പരിച്ഛദം സ്വർണമയമായ ചമയങ്ങളോടുകൂടിയ സ്യന്തനം തേരിൽ ആസ്ഥായ കയറി സ്വാം ദുഹിതരം തൻ്റെ പുത്രിയെയും ആരോപ്യ കയറ്റി മഹീം ഭൂമണ്ഡലത്തെ പര്യടനം ചെയ്തുകൊണ്ട് ശാന്തവ്രതസ്യ ശാന്തശീലനായ മുനെ കർദ്ദമ പ്രജാപതിയുടെ തത് ആശ്രമപദം ആശ്രമസ്ഥാനത്തേക്ക് ഏത് ദിവസം ഭഗവാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ സമാധിച്ചത് നിർദ്ദേശിച്ചുവോ തസ്മിൻ അഹനി ആ ദിവസം ഉപായാത് എത്തിച്ചേർന്നു. യസ്മിൻ ഭഗവതോ നേത്രാൻ നപതൻ അശ്രുബിന്ദവഃ കൃപയാ സംപരീതസ്യ പ്രപന്ന അർപ്പിതയാ ഭൃശം തദ്വൈ ബിന്ദുസരോ നാമ സരസ്വത്യാ പരിപ്ലുതം പുണ്യം ശിവാമൃതജലം മഹർഷിഗണസേവിതം. യസ്മിൻ യാതൊരിടത്ത് പ്രപന്നേ ശരണാഗതനിൽ ഭൃശം അർപ്പിതയാ കൃപയാ വളരെയേറെയുള്ള കാരുണ്യത്താൽ സംപരീതസ്യ വ്യാപൃതമായ ഭഗവതഃ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നേത്രാത് കണ്ണിൽ നിന്ന്
അശ്രുബിന്ദവ നീർത്തുള്ളികള് ന്യപതൻ പതിച്ചുവോ തതുവൈ അവിടമാകട്ടെ സരസ്വതി നദിയാൽ പരിപ്ലുതം ചുറ്റും ഒഴുകപ്പെട്ട പുണ്യം പരിപാവനവും ശിവ അമൃതജലം ആരോഗ്യകരവും സ്വച്ഛവും അമൃതതുല്യവുമായ ജലത്തോടു കൂടിയതും മഹർഷിഗണ സേവിതം മഹർഷി സമൂഹങ്ങളാൽ സേവിതവുമായ ബിന്ദുസരസായി തീർന്നു. അപ്പൊ സ്വർണമയമായ അലങ്കാരങ്ങളോടുകൂടി ഒരു മനോഹര രഥത്തിൽ സ്വയംഭവമനു പത്നിയോടും പുത്രിയോടും കൂടി പലയിടത്തും സഞ്ചരിച്ചൊടുവിൽ ഭഗവാൻ നിർദ്ദേശിച്ച ആ ദിവസം കർദമാശ്രമത്തിൽ എത്തിച്ചേർന്നു. ഭക്തവാത്സല്യ നിമിത്തം ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ പതിച്ചു. അതൊരു സരസ്സായതിനാലാണ് അതിന് ബിന്ദു സരസ് എന്ന നാമധേയം സിദ്ധിച്ചത്. അതൊരു പുണ്യതീർത്ഥമായി പരിണമിച്ചു. അതിന്റെ പരിസരം അത്യന്തം പ്രകൃതി മനോഹരമായിരുന്നു. അമൃതതുല്യവും പുണ്യപ്രദവുമായ ജലമാണ് അതിലുള്ളത്. മഹർഷിമാര് സംഘമായി അവിടെ സന്ദർശിക്കുന്നു. ആ പരിസരമാകെ വൃക്ഷങ്ങളാലും ലതകളാലും നിബിഡമാണ്. ശാന്തമായ മൃഗപക്ഷികളുടെ വിഹാര കേന്ദ്രമാണ്. ആ സൗന്ദര്യമൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഭഗവതകാരൻ ഓരോ കഥ പറയുന്ന സമയത്തും ആ കഥാപാത്രം, ആ കഥാ പശ്ചാത്തലം ഇതൊക്കെ വളരെ കൃത്യമായി വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്തുകൊണ്ട് ഈ കഥ വായിക്കുന്ന സമയത്ത് സംസ്കൃതം അറിയുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് വിഷ്വൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ആ ശബ്ദപഥവും ദൃശ്യപഥവും ഒക്കെ അതിനെ മനോഹാരിതയോടുകൂടി ഉൾക്കൊണ്ട് നമുക്ക് ഭാഗവതം പാരായണം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ കദമ പ്രജാപതി ആവട്ടെ, വേദവ്യാസ മഹർഷി ആവട്ടെ, ഈ കഥ പറയുന്ന സകല ആൾക്കാരും ആവട്ടെ, അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ശരിക്കും കാണുന്നുണ്ട്. അവിടെ കർദമ പ്രജാപതി ഭഗവാനെ കാണുന്നുണ്ട്. ആ കർദമ പ്രജാപതി കാണുന്ന ഭഗവാനെയും കർദമനെയും ആ ആശ്രമ പരിസരവും ഒക്കെ സമാധിയിലിരിക്കുന്ന വേദവ്യാസനും ശ്രീ ശിവബ്രഹ്മർഷിയും ഒക്കെ കാണുന്നുണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ വായിച്ചു പോവുകയല്ല. അവരാ വാക്കുകൾ നമ്മളിപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും ആ സുന്ദരമായ ദൃശ്യങ്ങൾ ഉണ്ടാവണം എന്ന് സാരം. നമ്മൾ ഭാഗവതത്തെ ഒരേ സമയം മനക്കണ്ണുകൊണ്ട് കാണുകയാണ്. ഭാഗവതത്തിലെ സകല ദൃശ്യങ്ങളും കാണുന്നു, അവിടെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നു, അല്ലേ? ഭഗവാന്റെ സംഭാഷണമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളോടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വേണം ഭാഗവതം നമ്മൾ പാരായണം ചെയ്യാൻ. ഇവിടെ തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ 40 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ ആ മനോഹരമായ ആശ്രമ പരിസരത്തിന്റെ വർണ്ണനയാണ്. പുണ്യദ്രുമലതാജാലേഹി കൂജത് പുണ്യമൃഗദ്വിജൈഹി സർവർത്ത് ഫലപുഷ്പാഠ്യം വനരാജ് ശ്രിയാന്വിതം മത്തദ്വിജഗുണൈഘൃഷ്ടം മത്തഭ്രമരവിഭ്രമം മത്തബർഹി നടാടോപമാഹ്വയൻ മത്തകോകിലം കദംബ ചമ്പകാശോക കരംജ ബകുലാസനൈഃ കുന്ദമന്ദാരകുടജൈഃ സ്യൂതബോധൈരലങ്കൃതം കാരണ്ഡവൈഃ പ്ലവൈർഹംസൈഃ കുരരൈ ജലകുക്കുടൈഃ സാരസൈശ്ചക്രവാകൈശ്ച ചകോരൈർവൽഗുകൂജിതം തഥൈവ ഹരിണൈക്രോഡൈഃ ശ്വാവിദ്ഗവയകുഞ്ചരൈഃ ഗോപുച്ഛൈ ഹരിഭിർമർക്കൈഃ നകുലിർനാഭിഭിവൃതം പ്രവിശ്യ തത്തീർത്ഥവരമാദിരാജസഹാത്മജ ദദർശ മുനിമാസീനം തസ്മിൻ ഹുതഹുതാശനം. അവിടെ പറഞ്ഞു വരുന്നു, ആ പരിസരമാകെ വൃക്ഷങ്ങളാലും ലതകളാലും നിബിഡമാണ്. ശാന്തരായ മൃഗപക്ഷികളുടെ വിഹാരകേന്ദ്രമാണ്. സകല ഋതുക്കളിലും ഉണ്ടാകുന്ന പുഷ്പങ്ങളും ഫലങ്ങളുമൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിരനിരയായി വളർന്നു നിൽക്കുന്ന അനേകം കാടുകളാൽ അലങ്കൃതമാണ്. മതിച്ച വണ്ടുകളുടെ മുരൾച്ച കൊണ്ട് മുഖരിതമാണ്. മതിച്ച കുയിലുകൾ മധുരഗാനം ചെയ്ത് പരസ്പരം സല്ലപിക്കുന്നു. കടമ്പ്, മാവ് മുതലായ ചെറുവൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. കുളക്കോഴി, ചെമ്പോത്ത് മുതലായ പക്ഷികളുടെ കളകൂജനം ഒരു വശം, മുള്ളമ്പന്നി, കാട്ടുകാള, ആന, ഗോപുച്ഛം എന്ന വാനരവിശേഷം, സിംഹങ്ങള്, മറ്റനേകം കുരങ്ങുകള്, കീരികള്, ചമരിമാൻ മുതലായ മൃഗവിശേഷങ്ങൾ, ഇതൊക്കെ വേറൊരു വശത്ത്. ഇപ്രകാരം പ്രകൃതി രമണീയമാണ് കർദമന്റെ ആശ്രമ പരിസരം. അവിടെ സ്വാശ്രമത്തിൽ കർദമൻ ഹോമം കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്വയംഭൂമനു കർദമ പ്രജാപതിയെ കാണാനായിട്ട് വരണത്. അപ്പൊ ഇങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ ദൂരക്കാഴ്ച, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അടുത്ത് വന്ന് കാണുന്നു. ഇങ്ങനെ വന്ന് നമ്മൾ കർദമ പ്രജാപതിയുടെ അടുത്താണ് എത്തിച്ചേരുന്നത്.
ദൂരെ നിന്ന് കാണുന്ന സമയത്ത് ആ കുന്നും മലയും പരിസരങ്ങളും നദികളും ഒക്കെ കാണുന്നു. അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇന്നന്ന വൃക്ഷങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ ആശ്രമ പരിസരത്തെത്തുന്നു. അവിടെ കർദമ പ്രജാപതിയെ കാണുന്നു. ഇങ്ങനെ വളരെ സുന്ദരമായിട്ടാണ് ഈ വിഷ്വലുകളൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ കാണുക. പ്രത്യേകിച്ച് നമ്മൾ മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എങ്ങനെയാണോ കാണേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ഈ ഭാഗവതകാരൻ വേദവ്യാസ മഹർഷി നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. അവിടെ തസ്മിൻ ഹുതാശനം എന്ന വാക്യത്തിന് ഹുതോ ഹുതാശനോ ബ്രഹ്മചാരിയോഗ്യോ ഏന എന്നാണ് ശ്രീധരാചാര്യർ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ബ്രഹ്മചാരികൾ നടത്തേണ്ട ഹോമങ്ങൾ കഴിഞ്ഞിരിക്കുന്നവൻ എന്നർത്ഥം. നിത്യം സ്നാത്വാ ശുചി കുര്യ ദേവർഷി പിതൃതർപ്പണം ദേവതാഭ്യർച്ചനം ചെയ്വ സമിതാധാനമേവച്ച. ഇങ്ങനെയാണ് മനുസ്മൃതിയിൽ ഈ ബ്രഹ്മചാരികൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അഗ്നിഹോത്രത്തിന് ബ്രഹ്മചാരികൾ അധികാരികളല്ല. അഗ്നിഹോത്രമൊക്കെ നിർവഹിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പോൾ ഈ ബ്രഹ്മചാരികൾ നിത്യേന അഗ്നിയിലൊരു ചെറിയൊരു ഹോമമുണ്ട്, സമിതാധാനം, ചമത ഹോമിക്കുക എന്ന് പറയും മലയാളത്തിൽ. ഇങ്ങനെയുള്ള ചില അഗ്നി കാര്യങ്ങളാണ് ബ്രഹ്മചാരികൾ സന്ധ്യാസമയത്ത് നിർവഹിക്കേണ്ടത്. അവിടെ നമ്മൾ അഷ്ടമസ്കന്ധത്തിൽ വാമനാവതാരം വർണ്ണിക്കുന്ന സമയത്ത് ഈ വാമനമൂർത്തി സമിതാധാനം നടത്തിയതായിട്ട് കാണുന്നുണ്ട്. സമിദ്ഭിരജുഹോദ്യുജ എന്നാണ് നമ്മൾ അഷ്ടമസ്കന്ധത്തിൽ അവിടെ 18ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. സമിത്തുക്കള് അഗ്നിയിൽ ഹോമിച്ചു. അപ്പൊ ഈ സന്ധ്യാസമയത്ത് ബ്രഹ്മചാരികൾ, ഇത് ആസേതു ഹിമാചലമുള്ള ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉപനയനം കഴിഞ്ഞാൽ സമാവർത്തനം വരെയുള്ള ആ കാലഘട്ടം മുഴുവനും നിത്യേന 3 സന്ധ്യകളിലും സന്ധ്യാവന്ദനാദികൾ നിർവഹിക്കണം. കേരളത്തിലെ സമ്പ്രദായത്തിൽ പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും സമിതാധാനം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. മധ്യാഹ്ന സന്ധ്യാവന്ദനത്തിന് തർപ്പണം മാത്രമേ കേരളത്തിൽ പതിവുള്ളൂ. സമിതാദാനം പതിവുള്ള വിഭാഗങ്ങളുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഈ ഋഗ്വേദികൾക്കൊക്കെ ഒരു ചമതക്കോല് മതി. യജുർവേദികളും മറ്റുമൊക്കെ 4 ചമതക്കോലാണ് അഗ്നിയിൽ ഹോമിക്കേണ്ടത്. ചെറിയൊരു ചടങ്ങാണത്. കുറച്ച് അഗ്നി ഉണ്ടാക്കി ചന്ദനവും വെള്ളവും പൂവും ഒക്കെ എടുത്ത് അഗ്നിയെ അലങ്കരിച്ച് അഗ്നേയ സ്വാഹ തുടങ്ങിയ മന്ത്രങ്ങളെ കൊണ്ട് ഈ 4 ചമതക്കോല് ആ അഗ്നിയിൽ ഹോമിക്കും. അപ്പൊ ഇത്രയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബ്രഹ്മചാരിയാണ് ഇപ്പൊ കർദമൻ. അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പോണു. അപ്പൊ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ കർദമമുനി അഗ്നിഹോത്രാദികളായ നൃത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോ അങ്ങനെ ഒരു വ്യാഖ്യാനം അവിടെ ഉണ്ട്. അവിടെ അത് തെറ്റാണ് എന്ന് പറയേണ്ടതിൽ അങ്ങനെയല്ല. കാരണം വിവാഹാനന്തരം ആധാനം കഴിഞ്ഞ ശേഷമേ അഗ്നിഹോത്രത്തിന് അധികാരമുള്ളൂ. ബ്രഹ്മചാരിക്കുള്ള അഗ്നികാര്യം മനുസ്മൃതിയിൽ പറഞ്ഞ പ്രകാരമാണ്. അത് അഗ്നിഹോത്രം എന്നൊന്നും പറയാൻ വയ്യ. കാരണം അഗ്നിഹോത്രം എന്നുള്ള ചടങ്ങ് ഈ വിവാഹം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമികൾ നിർവഹിക്കുന്ന സംഗതിയാണ്. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിരുന്നിട്ടാണ് ഈ അഗ്നിയിൽ സന്ധ്യാസമയത്ത് ഹോമിക്കേണ്ടത്. നമ്മൾ ഇനി മറ്റൊരു പ്രജാപതിയെ കാണാം, കശ്യപൻ. കശ്യപ പ്രജാപതി ദിതിയുടെ കൂടെയും അതിഥിയുടെ കൂടെയും ഒക്കെ ഇരുന്ന് ഈ അഗ്നിഹോത്രം നിർവഹിക്കുന്നതിൻ്റെ രംഗങ്ങൾ ഭാഗവതത്തിൽ കാണാം. നമ്മൾ നേരത്തെ കണ്ടു അവിടെ വരാഹമൂർത്തിയുടെ അവതാരം വർണ്ണിക്കുന്ന സമയത്ത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബ്രഹ്മചാരികൾക്ക് വളരെ ചെറിയ ലഘുവായൊരു ചടങ്ങ് മാത്രമാണ്. അത് അഗ്നിഹോത്രം എന്നൊന്നും വിശേഷിപ്പിക്കാൻ വയ്യ. അവർ അഗ്നി കാര്യം അത്രയേ ഉള്ളൂ. അഗ്നി ഉണ്ടാക്കി ഈ 4 ചമതക്കോല് ഹോമിക്കുക വളരെ ചെറിയ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയുന്നൊരു ചടങ്ങാണത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞതായിപ്പോൾ കർദമ പ്രജാപതി തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. ഇനി ആ കർദമ പ്രജാപതിയുടെ വർണ്ണനയാണ്. വിദ്യോതമാനം വപുഷ തപസ്യുഗ്രയുജാചിരം നാതിക്ഷാമം ഭഗവത സ്നിഗ്ധാപാംഗാവലോകനാത് തദ്വ്യാഹൃത ആമൃതകലാ പീയൂഷശ്രവണേന ച പ്രാംശും പത്മബലാസാക്ഷം ജടിലം ചീരവാസസം ഉപസംസൃത്യ മലിനം യഥാർഹണമസംസ്കൃതം. ഉഗ്രയുജ കഠിനമാം വണ്ണം, ചിരം ദീർഘകാലം, തപസ്സിലേർപ്പെട്ട, വപുഷാദേഹത്താൽ, വിദ്യോതമാനം ശോഭിക്കുന്നവനും, നാദിക്ഷാമം വല്ലാതെ ശോഷിക്കാതെയും, പ്രാംശും പൊക്കം കൂടിയവനായും,
പത്മപലാശാക്ഷം താമരതളം പോലെ നീണ്ട കണ്ണോടുകൂടിയവനും ജടിലം ജടയോടുകൂടിയവനായും ചീരവാസസം മരപുരിയെടുത്തവനായും ഭഗവത ശ്രീ മഹാവിഷ്ണുവിൻ്റെ സ്നിഗ്ധാപാങ്കാവലോകനാഥ് സ്നേഹമസൃണമായ കടാക്ഷ വീക്ഷണത്താലും തദ്വ്യാഹൃതാമൃതകല പീയൂഷ ശ്രവണേന ച ഭഗവാന്റെ സംഭാഷണമാവുന്ന ചന്ദ്രകലയിലെ അമൃതം ചെവികളിലൂടെ ആസ്വദിച്ചതിനാലും അസംസ്കൃതം ചെളികളയാത്ത അരിഹണം യഥ രത്നം പോലെ മലിനം നിറം മങ്ങിയവനുമായ കർദമനെ ഉപസംസൃത്യ ദദർശ സമീപത്ത് ചെന്ന് കണ്ടു. അവിടെ ദദർശ എന്നുള്ള വാക്ക് നമുക്കതിൽ ആ ശ്ലോകത്തിലില്ല. അപ്പൊ ദദർശാന്നും കൂടെ ചേർത്ത് അന്വയിച്ചാലേ അത് പൂർണ്ണമാവുള്ളൂ. കണ്ടു എന്നർത്ഥം. അടുത്ത് ചെന്ന് കണ്ടു. അപ്പൊ 45-ാമത്തെ ശ്ലോകത്തിലെ ആ ദദർശ എന്നുള്ള ക്രിയാപദം ഇവിടെയും ചേർക്കണമെന്ന് ശ്രീധരാചാര്യർ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ഈ കർദമ പ്രജാപതിയെ ഇപ്പോ ഈ സ്വയംഭൂമന് കാണാണ്. അഥോടജമുപായാതം നൃദേവം പ്രണതസ്പുരം അഥോടജമുപായാതം നൃദേവം പ്രണതം പുരം സപര്യയാ പര്യഗൃഹാത് പ്രതിനന്ദ്യാനുരൂപയ. അഥാ പിന്നെ ഉടജം ആശ്രമത്തിൽ ഉപയാതം വന്നെത്തിയവനും പുരഹ മുന്നിൽ പ്രണതം നമസ്കരിച്ചവനുമായ നൃദേവം മനു ചക്രവർത്തിയെ പ്രതിനന്ദ്യ ആശീർവദിച്ച് അനുരൂപയ സമുചിതമായ സപര്യയ സൽക്കാരത്തോടെ പരിഗൃഹാത് സ്വീകരിച്ചു. ഗൃഹീതാർഹണമാസീനം സംയതം പ്രീണയൻ മുനി സ്മരൻ ഭഗവത് ആദേശമിത്യാഹ ശ്ലക്ഷ്ണയാ ഗിര. മുനി കർദമ മുനി ഗൃഹീതാർഹണം തന്റെ സൽക്കാരം സ്വീകരിച്ച് സംയതം വിനയത്തോടുകൂടി ആസീനം ഇരിക്കുന്ന മനുവിനെ പ്രീണയൻ സന്തോഷിപ്പിക്കുമാറ് ഭഗവത് ആദേശം ഭഗവാന്റെ നിർദ്ദേശം സ്മരൻ ഓർത്ത് ശ്ലക്ഷ്ണയ മധുരമായ ഗിരാവാക്കിനാൽ ഇതി ആഹ ഇങ്ങനെ പറഞ്ഞു. യോഗയുക്തമായ വളരെ കാലത്തെ തപശ്ചര്യയാൽ ആർജിച്ച ദിവ്യ തേജസ്സോടു കൂടിയവനും ഭഗവാന്റെ കടാക്ഷ വീക്ഷണം വാക്യശ്രവണം ഇത്യാദികൾ ഹേതുവായി അത്യന്തം കൃശത്വം ബാധിച്ചിട്ടില്ലാത്ത ശരീരത്തോടു കൂടിയവനും വളരെ പൊക്കമുള്ളവനും താമരതളം പോലെ ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയവനും ജഡധരിച്ചവനും മരവുരി ഉടുത്തവനും മലിനനും സംസ്കരിക്കാത്ത രത്നം പോലെ ശോഭിക്കുന്നവനുമായ കർദമനെ മനു കണ്ടു. തന്റെ പർണശാലയിൽ പ്രവേശിച്ച് തന്നെ നമസ്കരിച്ച് മനുവിനെ കർദമൻ പ്രത്യാശീർവദിച്ച് വേണ്ട പോലെ ഉപചരിച്ചു. ഇപ്രകാരം ആസനസ്ഥനായ മനുവിനോട് ഭഗവത് വാക്യം സ്മരിച്ചുകൊണ്ട് മധുരമാംവണ്ണം സംസാരിക്കുകയും ചെയ്തു. ശ്ലക്ഷ്ണയാ ഗിര, മാധുര്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളുള്ള വാക്കുകൾ എന്നാണ് ശ്ലക്ഷ്ണ എന്നുള്ള വാക്കിന് അർത്ഥം. ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. അത് നമുക്ക് തുടർന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നാരായണ നാരായണ നാരായണ.